അയ്യോ വളവ് ആലപ്പുഴയിലെ ബോട്ട് ജെട്ടി യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് പത്തനംതിട്ടയിലേക്കായിരുന്നു. 1 മണിയാകുമ്പോഴേക്കും അവസാനിച്ച ബോട്ട് ജെട്ടി യാത്രയ്ക്ക് ശേഷം അവിടെ നിന്നും KSRTC ബസ്സിൽ പത്തനംതിട്ടയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ പത്തനംതിട്ട എത്തുകയും അവിടെ സ്റ്റാൻഡിലുള്ള ഞാൻ പരിചയത്തിലുള്ള ഒരാളുമായിട്ട് തൊട്ടടുത്ത ദിവസം പോകുന്ന ഗവിയിലേക്ക് പോകുന്ന KSRTC ബസ്സിൻ്റെ സമയം ഏതാണെന്നൊക്കെ അന്വേഷിച്ച് തിട്ടപ്പെടുത്തിയ ശേഷം ഞങ്ങൾ ആ സ്റ്റാൻഡിനടുത്ത് റൂം എടുക്കുകയും അവിടെ അന്ന് തങ്ങുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് തന്നെ എത്തുകയും സ്റ്റാൻഡിൽ നിന്ന് 6:15 സമയമായപ്പോഴേക്കും ഗവിയിലേക്കുള്ള KSRTC ബസ് അവിടെ സ്റ്റാൻഡിൽ എത്തുകയും ചെയ്തു. ഈ ഒരു ഗവിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലെ തന്നെ വിവിധ ദേശങ്ങളിലെത്തിയ ഒരുപാട് യുവാക്കളായ ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരാളും ആ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളും ഈ ഒരു ഗവി കാണാൻ പോവുകയാണ്, ഞങ്ങൾ ഈ ഒരു തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ആളുകളാണ്, ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. കാരണം ഇത്രയും യുവാക്കളുടെ ഇടയിലും ആ ഒരു പ്രായം ചെന്ന ആളുകളും കൂടിയപ്പോൾ ആ ഒരു യാത്ര ഏറെ മനോഹരമായി തോന്നി. അങ്ങനെ കൃത്യം രാവിലെ 6:30 സമയമായപ്പോൾ KSRTC സ്റ്റാൻഡിൽ നിന്നും ഗവിയിലേക്കുള്ള ആ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും എടുത്തു. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ യാത്ര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ ശേഷം കുറച്ച് പിന്നിട്ട ശേഷം ഒരു ചെറിയൊരു അങ്ങാടിയിൽ അത് നിർത്തിയിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഡ്രൈവർമാർ ഞങ്ങളോട് എന്തെങ്കിലും ഫുഡുകൾ കഴിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പലഹാരങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാനും ഒക്കെ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. കാരണം പിന്നീട് വരുന്ന 4-5 മണിക്കൂറുകൾ വെറും കാടിനുള്ളിലൂടെയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു യാത്രക്കിടയിൽ ഭക്ഷണങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടായിരുന്നു ആ ഡ്രൈവർമാർ അങ്ങനെ ഞങ്ങളോട് പറയാൻ കാരണം. യാത്രയുടെ ആദ്യത്തിൽ കുറച്ചൊക്കെ വീടുകൾ കാണാമായിരുന്നെങ്കിലും പിന്നീട് കുറച്ച് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ പിന്നീട് വെറും കാടുകൾ മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പൊതുവെ നമ്മളൊക്കെ യാത്ര പോകാറുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ പ്രത്യേക കാറിലോ അതല്ലെങ്കിൽ പ്രത്യേക വാഹനങ്ങളിലോ ആയിട്ടാണ്. പക്ഷേ ഇതൊരു പബ്ലിക് ഒരു KSRTC ബസ്സിലായതുകൊണ്ട് തന്നെ അതിൽ നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ ആ ഒരു യാത്രയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഭാഷ രീതികൾ കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം തോന്നുകയാണ്. കാരണം നല്ലൊരു തീരെ ഇതുവരെ കാണാത്ത ഒരാളുകളുമായിട്ട് നിമിഷങ്ങൾ കൊണ്ട് അവരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് ആ ഒരു കാടിനുള്ളിലൂടെ ഉള്ള യാത്ര ഏറെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു യാത്ര ഇങ്ങനെ മലമുകളിലേക്ക് കയറി പോകുന്നതനുസരിച്ച് നമ്മുടെ ഒരു പുറം ലോകവുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഇല്ലാതാകാണ്. കാരണം ഈ ഒരു റേഞ്ച് കാര്യങ്ങളൊന്നും തന്നെ ആ മുകളിലോട്ട് എത്തുന്ന സമയത്ത് കിട്ടുകയില്ല. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു യാത്രയിൽ നാം നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് പത്രങ്ങൾ ഈ ഒരു KSRTC ഡ്രൈവർമാരുടെ കൈകളിൽ അവർ ഏൽപ്പിക്കും. ഇത് കാടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് 2-3 ചെക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റിലെത്തുമ്പോൾ ഈ ഒരു പത്രം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അവസാനത്തെ ചെക്ക് പോസ്റ്റിലെത്തുന്ന സമയമാകുമ്പോഴേക്കും ഒരു ഉച്ച സമയത്താണ് അവിടേക്ക് അന്നത്തെ പത്രം എത്തുന്നത്. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അന്നത്തെ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു പത്രം വഴി മാത്രമാണ് അവർക്ക് അറിയാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് അതവിടെ എത്തുന്ന സമയമാകുമ്പോഴേക്കും ഉച്ച സമയമാകും. പത്രത്തിൽ ഒരു തനി ഗ്രാമം എന്ന ഒരു ഫീലിംഗ്, എങ്ങനെയാണ് ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ജീവിതം എന്നുള്ളത് ആ ഒരു യാത്രയിൽ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രത്യേകത.
നല്ല ടൈറ്റാണ്. ഇത്ര മുമ്പ് വളവ് 80ഓളം കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഈ ഒരു കാടിനുള്ളിലൂടെയുള്ള യാത്രയിൽ ആ ഒരു യാത്രക്കിടയിൽ 3 ഡാമുകൾ അതിൽ ഈ ഒരു കാടിനുള്ളിൽ കാണാൻ കഴിയും. ആ ഒരു ഡാമുകളുടെ ചിത്രമായിരിക്കും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനുണ്ടാകുക. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക.